എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോടൊരു വിഷയം സംസാരിക്കാനായിട്ടാണ് വന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ചും ലേഡീസിനുള്ളതാണ്. നമ്മൾ ആരെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോയാലോ, ഒന്ന് സ്നേഹിച്ചു പോയാലോ, അതിനി ഭർത്താവാകട്ടെ, ഇനി കാമുകനാകട്ടെ, ഇനി അതൊന്നുമല്ല, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പേരൻസിനെ ആവട്ടെ, അതിനൊക്കെ ചില പേരൻസ് മക്കളുടെ അടുത്താകട്ടെ, ചില സഹോദര ബന്ധങ്ങൾക്കിടയ്ക്കാകട്ടെ, ഇതിൽ കൂടുതലും ഇത് ബാധിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും കാമുകന്മാർക്കിടയിലും ഒക്കെയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ അക്കമഴി നിങ്ങൾ സ്നേഹിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കുണ്ടാകുന്ന എല്ലാ കൊച്ചു കൊച്ചു കാര്യങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളും ഒക്കെ നമുക്ക് എപ്പോഴും ഷെയർ ചെയ്യാനും അഭിപ്രായം ചോദിക്കാനും പറയാനും ഒക്കെ നമുക്ക് എപ്പോഴും വിളിച്ചാൽ വെളിപ്പാടകലെ ഇവരുണ്ടാകണമെന്നുള്ളതാണ്. എപ്പോഴും, അതായത് നമ്മുടെ സന്തോഷങ്ങളെല്ലാം മിക്കവാറും നമ്മൾ അവരെ ഏൽപ്പിച്ചേക്കുന്ന കണക്കാണ്. അപ്പം എപ്പോഴെങ്കിലും അവരുടെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മളോട് മിണ്ടാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് മൂടും പോകും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നമ്മൾ വളരെ അശക്തരായിപ്പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ അടുത്തിടപഴകുന്ന സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇനി എത്ര ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഭർത്താവായാലും, ഇനി കാമുകനായാലും, മറ്റ് ബന്ധങ്ങളിൽ ഉള്ളവരൊക്കെ ആണെങ്കിലും, എല്ലാവർക്കും എല്ലാ ബന്ധത്തിൻ്റെയും ഒരു അകലം പാലിക്കുക. ഒരു നിശ്ചിത സ്ഥാനത്ത് നിർത്തി മാത്രം അവരെ സ്നേഹിക്കുക. അവരില്ലെങ്കിൽ നമ്മളില്ല, ഇനി അവർ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ സന്തോഷമില്ല എന്നൊരവസ്ഥയിലോട്ട് നമ്മൾ ഒരിക്കലും അവരെ കൊണ്ട് ചെന്നെത്തിക്കാൻ പാടില്ല. അങ്ങനെ ഓരോ മനുഷ്യർക്കും അവരുടേതായ ചില ഇടങ്ങളുണ്ടാകും. അവർക്ക് ആ ഒരു ഇടം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്താൻ, നമ്മൾ ഇപ്പം ഒരു ഭർത്താവിനെ കല്യാണം കഴിച്ച് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് കുറേ പാഷൻ ഉണ്ടാകും. ഡാൻസോ പാട്ടോ ചിത്രരചന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാഷൻ നമുക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ നമ്മളെടുക്കുന്ന തൊഴിൽ രംഗത്ത്, നമുക്കൊരു പ്രൊഫഷൻ രംഗത്ത് പ്രൊഫഷണലി നമുക്കത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മേഖലയാണത്. അതിനകത്ത് നമ്മൾ ഡെഡിക്കേഷൻ എടുക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഡാൻസോ പാട്ടോ എന്തെങ്കിലും അത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഒപ്പിച്ചെടുക്കുക. നമുക്ക് പെട്ടെന്നൊന്ന് വിളിക്കാനും സംസാരിക്കാനും ഇപ്പോൾ അതുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവുക. അപ്പോഴും നമ്മൾ ഈ പാർട്ണർ എന്ന് പറയുന്ന ആൾ നമുക്ക് എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അതുപോലെ 24 മണിക്കൂറും പെണ്ണിനുള്ളൊരു കുഴപ്പം, നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും നമ്മുടെ ശ്രദ്ധയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും ഉള്ളിൽ ആ മനുഷ്യനായിരിക്കും. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിലോ പുരുഷന്മാർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ എവിടെയാണോ അവരുടെ മനസ്സ് അവിടെ ആയിരിക്കും. ബാക്കി ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ എങ്കിലും അവർ ഏത് കാര്യത്തിനകത്താണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കൂടെ ഏത് അവസ്ഥയിലാണോ ഉള്ളത്, അവർ ഫുള്ളായിട്ട് അവിടെ തന്നെ ആയിരിക്കും. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. അവരുടെ മനസ്സ് എപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം എവിടെ ഇരിക്കുന്നു, അദ്ദേഹം എന്താ വരാത്തത് പോകാത്തത്, ഇങ്ങനെയുള്ള ഒരു ചിന്തയാൽ ഇവരുടെ എല്ലാ കോൺസെൻട്രേഷനും നഷ്ടപ്പെടുകയും ഇവർ പോയിരിക്കുന്ന ഇത്രയും നല്ല സന്തോഷകരമായ ഒരവസ്ഥയിൽ പോലും അവരെപ്പോഴും ഇവരെ കുറിച്ച് അലർട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരിക്കലും അവർ സന്തോഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതേ സമയത്ത് നമുക്ക് നമ്മുടേതായ സന്തോഷങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാതിരുന്ന നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മൾ ഈ ജീവിതം, കുടുംബജീവിതം എന്ന് പറയുന്നത് മാത്രം ആൾമോസ്റ്റ് അങ്ങേ അറ്റത്തത് അത് മാത്രമാണ്. അത് തകർന്നു പോയാൽ നമ്മളതെല്ലാം തകർന്നു പോയി എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഫഷനെ ഇഷ്ടപ്പെടുന്നത് പോലെ, നമ്മളെ പാഷൻ ഇഷ്ടപ്പെടുന്നത് പോലെ, നമ്മളെ മറ്റ് സന്തോഷങ്ങളും നമ്മളെ സൗഹൃദങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ട് അതൊക്കെ നമ്മൾ ഓരോ ഭാഗം, നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭാഗമാണ് അതിന് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു ഭാഗം മാത്രമേ കുടുംബജീവിതത്തിന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴും നമ്മളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. നമ്മളെ സന്തോഷങ്ങളൊന്നും ആർക്കും കവർന്നെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മളെ സന്തോഷങ്ങളൊക്കെ എപ്പോഴും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി.